നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ചില കാര്യങ്ങൾ നമ്മൾ പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഹർഷിത് റാണയ്ക്കെതിരെ പല രൂപത്തിലുള്ള ട്രോളുകളും കാര്യങ്ങളുമൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. പക്ഷേ അവൻ ഇന്നലെ കളിച്ച കളി അത് ടീമിനെ വിജയിപ്പിക്കാൻ പര്യാപ്തമായിരുന്നു. അത് സമ്മതിച്ചേ പറ്റൂ. പലപ്പോഴും അങ്ങനെ ഇന്ത്യക്ക് വിക്കറ്റുകൾ ആവശ്യമുള്ള സമയത്ത് അവൻ വിക്കറ്റ് എടുത്ത് കൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇന്നലെ ഇപ്പോൾ ബാറ്റ് കൊണ്ട് അവൻ നൽകിയ കോൺട്രിബ്യൂഷൻ വിത്ത് ബോൾ അവൻ നൽകിയ കോൺട്രിബ്യൂഷനൊക്കെ വളരെ ക്രൂഷ്യലായിരുന്നു. അപ്പോൾ അങ്ങനെയല്ല എന്ന് വാദിക്കാൻ കുറേ ആളുകളുണ്ടാവും, പക്ഷെ അങ്ങനെയാണ്. കെ എൽ രാഹുൽ തന്നെ അതിന് സാക്ഷ്യം പറയുന്നു. കെ എൽ രാഹുൽ ഇന്നലെ കളിക്ക് ശേഷം പറഞ്ഞു നോക്കുക. അദ്ദേഹം പറയുന്നു, റാണ ഡിഡ് ദി ജോബ്. അവൻ എൻ്റെ പ്രഷർ കുറച്ച് തന്നു, ടുക്ക് പ്രഷർ ഓഫ് മീ. ചേസിങ് കുറച്ചുകൂടി അവൻ്റെ സ്ട്രൈക്കിംഗ് കാരണം, അവൻ്റെ അടികൾ കാരണം ചേസിങ് കുറച്ചുകൂടി ഈസിയായി. 23 പന്തിൽ നിന്ന് 29 റൺസാണല്ലോ ഇന്നലെ അദ്ദേഹം അടിച്ചത്. അതുപോലെ ബോൾ കൊണ്ട് 2 വിക്കറ്റുകൾ എടുക്കുകയും ചെയ്തു. 24-കാരനായിട്ടുള്ള താരം. ഔട്ട്സൈഡ് നോയ്സ് അവനെ കുറച്ച് ഒരുപാട് വരുമ്പോഴും ടീമിന് വേണ്ടി ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ അവൻ എപ്പോഴും ശ്രമിക്കുന്നു എന്നുള്ളത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഇന്നലത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വാഷിങ്ടൺ സുന്ദറിന് സൈഡ് സ്ട്രെയിൻ, അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്, അദ്ദേഹത്തിന് റൺ ചെയ്യാൻ ബുദ്ധിമുട്ടും ഒക്കെയുള്ള സമയമാണ്. അപ്പോഴാണ് ആ ജോബ് ഏറ്റെടുത്തുകൊണ്ട് ഹർഷിത് റാണ ക്രീസിലേക്ക് എത്തുന്നത്. കൃത്യമായിട്ട് അവനോട് പറഞ്ഞത് അടിക്കാൻ തന്നെയാണ്. കെ എൽ രാഹുൽ മറുഭാഗത്ത് നിൽക്കുന്നു. കൂടുതൽ ബോളുകൾ, അവർ തമ്മിലുള്ള കൂട്ടുകെട്ടിൽ കൂടുതൽ ബോളുകൾ എടുത്തതും ഹർഷിത് റാണയാണ്. തുടക്കത്തിൽ കുറേ ആഞ്ഞടിക്കാൻ ശ്രമിച്ചു, കൊള്ളാതെ പോകുന്നു, ബാറ്റിൽ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു, അതൊക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷെ പിന്നെ കിടിലൻ 6 വന്നു, 2 4 വന്നു. ഗംഭീരമായിട്ട് തന്നെ അവനെ ഏൽപ്പിച്ച ജോലി അവൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിമർശനങ്ങൾ മാത്രമല്ല, നന്നായി കളിക്കുമ്പോൾ അപ്രീസിയേഷനും ഹർഷിത് റാണയെ പോലുള്ള താരങ്ങൾ അർഹിക്കുന്നുണ്ട് എന്നത് ഓർത്താൽ നല്ലതാണ്. തീർച്ചയായിട്ടും കെ എൽ രാഹുൽ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് അതിലുള്ളത്. രാഹുലിൻ്റെ പ്രഷർ അദ്ദേഹം ഒഴിവാക്കി കൊടുത്തു. ചേസിങ് അവൻ്റെ അടികളിലൂടെ ഒന്നുകൂടി എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഏകദിന ക്രിക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനത്തിൻ്റെ കണക്ക് നോക്കിയാൽ ബാറ്റ് കൊണ്ട് 12 കളികൾ കളിച്ചിട്ട് 70 റൺസാണ്. 23.33 അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ആവറേജ്. അതേസമയം അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം 22 വിക്കറ്റുകൾ 26.18 ആവറേജിൽ എടുത്തിട്ടുണ്ട്. സോ മോശമല്ലാത്ത ബൗളിംഗ് കണക്കുകൾ തന്നെയാണത്. ബാറ്റ് കൊണ്ട് പിന്നെ അവനൊരു ഓൾറൗണ്ടറാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമം എന്തായാലും നടക്കുന്നുണ്ട്. ഇപ്പം ഡൊമസ്റ്റിക് ക്രിക്കറ്റിലൊക്കെ അവൻ്റെ ബാറ്റിംഗ് കോൺട്രിബ്യൂഷൻസ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് കൂടി എത്തിക്കാനുള്ള ശ്രമമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മുമ്പ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഗാർക്കറിലും ഇർഫാൻ പത്താനിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ചില ഘട്ടങ്ങളിലൊക്കെ പരാജയപ്പെടാറുമുണ്ട്. പക്ഷേ അങ്ങനെ സംഭവിക്കാതെ മികച്ച രൂപത്തിൽ നമുക്ക് ലോവർ ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ബാറ്ററായിട്ട് വളർത്തിയെടുത്താൽ തീർച്ചയായിട്ടും അത് വലിയ രൂപത്തിൽ ഗുണം ചെയ്യും. ഇപ്പോൾ ബുംറയിൽ നിന്നും സിറാജിൽ നിന്നും ഒന്നും ബാറ്റ് കൊണ്ട് വലിയൊരു കോൺട്രിബ്യൂഷൻസ്, പ്രസിദ്ധ് കൃഷ്ണയിൽ നിന്നും ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളിടത്താണ് ഹർഷിത് റാണയുടെ ഈ കോൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. നമ്പർ 8 വന്ന് ബാറ്റ് കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബൗളർ, ആ രൂപത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയാണെങ്കിൽ അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ മാറ്റിയെടുക്കാൻ സാധിച്ചാൽ അത് ടീം കോമ്പിനേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമുണ്ടാക്കും. അത് ടീമിന് ഏറെ ഗുണകരമാവുകയും ചെയ്യും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.